ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ച ജമ്മുകശ്മീർ സമാധാനം പുനഃസ്ഥാപിക്കാനായെന്ന് ആഭ്യന്തര മന്ത്രാലയം. സർക്കാർ നടപടികൾക്ക് ജനപിന്തുണ ലഭിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഉയർന്ന പോളിംഗ് ശതമാനം. ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഉടൻ ദേശീയ ഭീകരവിരുദ്ധ നയവും തന്ത്രവും രൂപീകരിക്കും. മോദി സർക്കാരിന് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായെന്നും അവലോകന റിപ്പോർട്ടിൽ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം, പണ്ട് ജമ്മുകശ്മീർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ ഭീകരത അല്ലെങ്കിൽ അവിടെ സമാധാനമില്ലായ്മ എന്നൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ജമ്മുകശ്മീർ എന്ന് കേൾക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വൈര്യവിഹാരം നടത്താൻ സാധിക്കുന്ന വളരെ മനോഹരമായ, ഭാരതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായി ജമ്മുകശ്മീരിനെ മാറ്റാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷേ വീണ്ടും അതിൽ കൂടുതൽ ഭീകരതയെ തുടച്ചു നീക്കാനുള്ള കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണല്ലേ? ദേവിക, ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മോദി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ അവലോകന റിപ്പോർട്ടിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ ജമ്മു കാശ്മീരിന്റെ കാര്യം എടുത്തു പറയുകയുണ്ടായി. കശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ടാണ് കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. അത്തരം സമാധാന പ്രവർത്തനങ്ങളോട് ഭീകരതയ്ക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുറപ്പാക്കുന്നതാണ് തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് ശതമാനം. ജമ്മു കാശ്മീരിൽ ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ കാലത്ത് വെടിയച്ചകൾ നിലയ്ക്കാതിരുന്ന താഴ്വരയിൽ ഇന്ന് ജനങ്ങൾ സമാധാനമായി പുറത്തിറങ്ങുന്നു. ഭാരതത്തിന്റെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ ജമ്മു കാശ്മീരും മാറുകയാണ്. അതിന് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോദി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നയവും ഒപ്പം നമ്മുടെ സുരക്ഷാ സേന കൈക്കൊണ്ടിട്ടുള്ള ധീരതയാർന്ന പ്രവർത്തനവുമാണ് എന്ന് എടുത്തു പറയുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അതിന് ഈ വർഷം 2024 കൂടുതൽ കരുത്തു പകരുന്ന പ്രവർത്തനങ്ങളുണ്ടായി. ഭാരതം ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കിക്കൊണ്ട് 1% പോലും ഭീകരത അവശേഷിക്കാത്ത രാജ്യം എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. അതിന്റെ ഭാഗമായി പുതിയ ഭീകരവിരുദ്ധ നയം ഉടൻ രൂപീകരിക്കും. അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. രാജ്യത്തുനിന്ന് ഭീകരവാദ ശക്തികളെ 1% പോലും ശേഷിക്കാതെ തൂത്തെറിയാനുള്ള, വേരോടെ പിഴുതെറിയാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന കാര്യം കൂടി ആഭ്യന്തര മന്ത്രാലയം ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ ചില പ്രദേശങ്ങളിൽ മാത്രം ഇപ്പോഴും നിലനിൽക്കുന്ന മാവോയിസ്റ്റ് ഭീകരവാദം, കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അന്ത്യശ്വാസം വലിക്കുകയാണ്. അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണ ശക്തിയോടുകൂടി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏത് തരത്തിലുമുള്ള ഭീകരവാദ വികരണ പ്രവർത്തനങ്ങളോടും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തണം എന്നുള്ളതാണ് ഭാരതത്തിന്റെ ആശയം. അത് ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ സാധിച്ചു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കിയത് ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുകയാണ്. കൂടാതെ വിവിധ സേനകൾ, BSF-ഉം സൈന്യവും CRPF-ഉം പോലീസും ഉൾപ്പെടെ എല്ലാ സുരക്ഷാ ഏജൻസികളുടെയും ഏകോപനം, സംയുക്തമായുള്ള പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനും അതുവഴി ഏതു വെല്ലുവിളികളെയും അതിവേഗത്തിൽ നേരിടാനും ഇന്ന് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ മെച്ചപ്പെട്ടു നിൽക്കുന്നു. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നു. ജമ്മു കാശ്മീരിൽ ഭീകരവാദത്തിന്റെ അവസാന വേരും പിഴുതെറി എന്ന